കുഞ്ഞമാണിയാ എന്താ പണി? കണ്ടാറില്ല ചെടി അനക്കാന്നില്ല. ചെടി അനക്കാന്നില്ലേക്ക് തിരിഞ്ഞിക്കണ ഞങ്ങായി. അന്റെ ചെടി ഇജ്ജ അവിടെ നനച്ചാ മതി. ഇന്റെ വളപ്പൊക്കെ ഒരു തുള്ളി വെള്ളം തെറ്റാ അനക്ക് ഞാൻ ആരാന്നാണ് തിരി. തുള്ളി വെള്ളല്ലേ? വെള്ളം ആയിക്കോട്ടെ ചങ്ങായി. ഇന്റെ ആവശ്യത്തിനുള്ള വെള്ളം ഇന്റെ കരുത്തിലുണ്ട്. ഞാൻ എന്റെ വെള്ളം ഇന്റെ അവിടേക്ക് വരണ്ട. അതാ പറയണേ. എന്താ എനിക്ക് കാര്യം പറയുമ്പോ ഒരു ചോർച്ചില് വല്ലാത്തൊരു കോളായി പോയി. ഈ കുണ്ടനടായിൽ ഒരു പെരക്കാൻ തോന്നിയത്. ആടാ ഇജ്ജ് കുണ്ടനടായി തന്നെയാ പെരച്ചിക്കണം. അനക്ക് ഓർമ്മല്ലേ ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്നില്ലേ? ഇങ്ങനത്തെ സ്വഭാവം എനിക്കറിയില്ലല്ലോ. നിന്റെ സ്വഭാവത്തിന് എന്താ കേടടി? എന്താ അയലക്കാര് മുഴുവൻ കച്ചറം. എന്ത് കച്ചറ? ഏതെങ്കിലും അയലക്കാരായിട്ട് നിങ്ങൾ സുഖമുണ്ട് ഇവിടെ? നിങ്ങൾ അയലോക്കാരുണ്ട് കുറച്ച് തൊലിച്ചാൾ ഇവിടെ. ഓലൊക്കെ ഞാനൊരു പാടാണ് പഠിപ്പിച്ചു. കാക്ക എന്റെ കണ്ണുമുന്നിൽ നിങ്ങൾക്ക് പോവാൻ നല്ലത്. എന്റെ സ്വഭാവം നല്ലതല്ല. ഓളച്ചങ്ങായി അവിടുന്ന് ഇജ്ജെന്താ പേടിപ്പിച്ചാ ഞാൻ ജയില് കുറെ കണ്ടാട്ടോ. ഇന്നോട് കളിച്ചിട്ടുണ്ടെങ്കിലേ സപ്പർമ കാണാം. അന്റെ മാസറ ഞാൻ ഓ ചെലക്കട കണ്ടില്ല. നട്ട പിരാന്താണ്. അന്റെ ബാപ്പാക്കട പിരാന്ത്. നിനക്ക് രണ്ടാക്ക് പിരാന്താണ്. ഇങ്ങോട്ട് പാടാ ഇങ്ങോട്ട് പാടാ. ഒതുക്കി നിർത്തിക്കാന്റെ ബാപ്പാനെ ഇങ്ങോട്ട് കളിച്ച ഓക്കത്തിന്റെ ബാസവള്ളിയാ പൊട്ടും. ഒന്ന് കാണണം. നിങ്ങൾ ഇതിലൊന്ന് അടക്ക വെച്ചൊന്ന് കാണടാ. ഇതേ മാനൂനിലെ പറ്റ ഒലക്കാണ്. ഇനി ഇതിലൊന്ന് വന്നാണ് നിങ്ങൾ. നിങ്ങൾക്ക് മണങ്ങാന്ന് വെറും തരിക്കൂടെ ബജ്ജ് പറ്റിക്കോളി. ഇതിലൊന്ന് പോണച്ചൊന്ന് കാണണല്ലോ. എന്നിട്ട് വരികടാ. ബജ്ജടിച്ചല്ലേ ഇവിടെ നിയമം കോടതിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ നിയമം കോടതി ഞാൻ തന്നെയാടാ. അത് അനക്കാണ് തോന്നല്ലേ? അനക്കല്ല, എനിക്കും തോന്നും അനക്കും തോന്നും. ഇങ്ങോട്ട് പോന്നോളിങ്ങള്. ആരോടാണ് ഈ വർത്താനം പറയുന്നത്? ഈ ചേച്ചാളിങ്ങോട് എന്തൊക്കെയാ പറയണേ? കാച്ചിയാ കൊല്ലൊക്കത്തിന്. ആഹാ അടിച്ചാൽ ആളില്ലേറ്റോ ഓടാവുണ്ട്. ഒച്ചൊന്നും ഒരു ശരിയില്ലാന്ന് വെച്ചാ എന്താ തെറ്റിയ മനുഷ്യ ആ ചായ എടുത്ത് വെച്ചപ്പോ തൂറാൻ പോയിക്ക. ചായ ഞാൻ എന്റെ തലീക്കൾ കൗത്തിക്കളാ. ഇമ്മണി നേരായില്ല ബാലാലെ എന്നോട് ഞാൻ ചായ വെച്ചിന്. ചായ ആ ഓന്റെ തെങ്ങും മട്ടലും മാറാപ്പൊക്കെ ഇഞ്ച നഞ്ഞത്താണ്. ഓടത്താം ആ തേങ്ങയൊക്കെ ഇങ്ങോട്ട് പോട്ടെ. അത് തിരക്കടില്ല. ഓരോരോ അയലോക്കാര് ഹംസേ എന്താ മാലിക്ക? എന്താ മാനിക്കാതോ? എന്താ അതൊക്കെ മാലിക്കത് പട്ടാണ് കഴിച്ച് തിരിയായിട്ടല്ല. ആ കെഞ്ച വളപ്പിക്കാ ഒറ്റല് എന്താ മാന വിചാരം? മാലിക്കോ ഞാൻ ആറ്റു നോറ്റൊരു കിണർ കുത്താണ്. വെള്ളം കുടിക്കേണ്ട മനുഷ്യന് ഇജ്ജ് കിണറ് കുത്തുന്നീന് ഇഞ്ച വളപ്പിക്കാന്റെ മാറാപ്പൊക്കെ ഒലത്തല്. നിങ്ങൾ എല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചിട്ടാലോ? പിന്നെ ഞാൻ ഏത് തരീക്കാതൊക്കെ കൊണ്ടുവരുന്നത് അന്റെ മാറാപ്പ്? അനക്ക് ഞാൻ ശരിക്കറിയില്ല കേട്ടോ. ഞാൻ അല്ലേ തന്നെ ആ കുഞ്ഞുമണിനായിട്ട് ഒച്ചയും പുളി ഉണ്ടാക്കിക്ക. അയലൊക്കെക്കാരുണ്ട് കുറച്ച് തോലിച്ചാള്. എന്താ നിലപാടൊക്കെ? മാനിക്ക നിങ്ങൾ മാനായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് കുറച്ച് തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടേ നിങ്ങൾ എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കണ്ട. എനിക്കൊരു 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിന് എനിക്ക് പറ്റുന്ന എനിക്ക് ചെയ്യണ്ടേ? എനിക്ക് 4 സെന്റ് വില ഉള്ളൂ. ഇച്ചറിയാ പൂച്ചക്ക് തൂറാല വില ഉള്ളൂ. എനിക്ക് ഇച്ചൊക്കെ ഒരു ബാളിട്ടഞ്ച അടുക്കളയ്ക്ക് കേൾക്കും ചങ്ങായി. ഇച്ചൊക്കെ ഇവിടെ പാഞ്ഞു തൂറാല തെലണ്ടിയടാ എങ്ങായിയെ. അതാണ് മാനു. അല്ലേ തന്നെ അന്നെ കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിക്കണ്. അന്റെ മഴ പോയി തുള്ളി മഴ പെയ്ത അന്റെ ഭാര്യയുള്ള മുഴുവൻ തൊടുക്കല്ലേ എങ്ങായി വരുന്നേ? മാനിക്ക ഇറക്കമുള്ളടത്തേക്കല്ലേ വെള്ളം പോളൂ. അന്റെ ഒരു തുള്ളി വെള്ളം ഇന്റെ തൊടുക്ക് കറക്കാൻ പാടില്ല. അതാണ് ഞാൻ പറയണേ. ബടവാ അന്റെ തേക്കിന്റെ മട്ടലൊക്കെയാണ് ഈ കറക്കണത്. അത് പൊക്കിട്ട് നടക്കലല്ല ഇന്റെ പണി. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ അൻഡോക്കന്നെ കറക്കട്ടെ. ഇന്റെ തൊടുക്ക് ഇനി ഒരു തുള്ളി വരി വെള്ളം വന്നാ ഈ മാനു ആരാന്നില്ലേക്കാണ് മനസ്സിലാവും. ഈ കാക്കാക്ക് എന്താ ഉസുറും പൊളിയില്ലേ? എന്ത് വർത്താനായി പറയുന്നത്? ഇല്ലടാ ഉസുറും പോയില്ല. എന്തേ കാണാൻക്ക്? ഇല്ല കാക്ക ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആ അജ് പറയണ്ട. എന്നാ പോയിക്കാവുന്ന്. ആഹാ എനിക്ക് ആ എല്ലാം ഞാൻ കാണിച്ചതാ. നാന്റെ ഈ കളിക്കള ഓരോരോ എന്താ കാക്ക കാട്ട മാനിക്ക അതൊക്കെ ഞാൻ ഒരു പണിക്കാരെ വെച്ച് ശരിയായിക്കൊണ്ട്. ചേലക്കണ്ടഞ്ഞ് അന്റെ ഒരു വാർത്താൻ വെച്ച് കേക്കണ്ട തോലിച്ചാളെ.
ഒന്ന് വാടാ. എന്താ മാലിക്ക കുഞ്ഞിനേക്കാ ഓടി കുഞ്ഞിനേക്കാ ഓടിയടി കുഞ്ഞിനെ ഓട്ടാ ഓടിയടി ഓടിയടി ആശിക്ക പാമ്പ് അടിച്ചോന്ന് സംശയം ഇല്ല ഒന്ന് പിടിക്കാം പിടിക്കും കൊണ്ടുവരെ ആശ ഒന്ന് പിടിക്കും നടക്കാനേക്കല്ല ഇവിടെ പിടി, ഈ കൈ പിടി, കൈ പിടിച്ചാൽ മതി. ഒന്നില്ലേ അങ്ങോട്ട് അപ്പുറത്ത് അപ്പുറം ആശ മനോക്ക വാലേക്കും അസ്സലാം. ഇരിക്കടാ. എന്നിട്ട് എന്താ മോനെ ഒക്കെ? എങ്ങനെയുണ്ട്? ആ കൊഴപ്പല്ല. ക്ഷീണുണ്ടോ? ക്ഷീണാണ്, ഭയങ്കര ക്ഷീണ. കുട്ടികൾ അങ്ങോട്ട് പോയിന്നിട്ട്? കുട്ടികളൊക്കെ ഇപ്പൊ സ്കൂള് കൂട്ടിയാലേ ഒക്കെ വിരുന്ന് പോയിക്കണ്. കഥയുണ്ട് അതിൻ്റെ ഉള്ളില്. കോഴിക്കള് കയറണ്ടായിരുന്നു വാതിലടച്ച. എന്താ ചെയ്യാ? കഥയാ വിളിക്കണ്ട സംഭവമായി കേട്ടോടത്തോളം നല്ല മൂർഖനെ കടിച്ചിക്കണല്ലേ? മൂർഖനാടാ, പെരും മൂർഖനാണ്. തക്ക സമയത്ത് അവിടെ എത്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവനോടുണ്ട്. അതിൻ്റെ ഒന്ന് വർത്താനം പറയേണ്ട കുട്ടിയെ. ഇൻ്റെ കുഞ്ഞുമണി, ഓൻ്റെ ചെറുക്കൻ, എൻ്റെ അംസി പോലൊന്ന് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടോ? എത്രങ്ങാനും ഞാൻ അയക്കണം ഉപദ്രവിച്ചിക്കണേ. നായിക്കൊക്കെ അങ്ങനത്തെ ഒരു കുയിന്തും കവറിഞ്ഞോടില്ല. ഓലെ കാട്ടിക്കണ ഇന്ന് ഞാൻ ജീവിച്ചില്ല. എന്റെ കുട്ടികള് ദുബായിലും അവിടെ ഇവിടെ നിന്നില്ല. ആ ഒരു ദുരിന്ന് ആരണ്ടായത് കൊണ്ടുപോകാം അയലൊക്കെക്കാര്. പാമ്പടിച്ച നന്നായി തോന്നപ്പച്ച് ഈ സത്യമൊക്കെ മനസ്സിലാക്കാൻ അതൊന്നും സാറില്ല മനോക്ക. ഇപ്പോഴെങ്കിലും സത്യം മനസ്സിലാക്കിയാലോ. അതിപ്പോൾ നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവർ എല്ലാവരും അവസ്ഥ തന്നെ. എല്ലാവരും സ്വാർത്ഥരാണ്. നമുക്ക് 10 റുപ്യ ഉണ്ടെങ്കിൽ നമ്മൾ വലിയവനാണ്. അയൽവക്കത്തുള്ളവരൊന്നും ആർക്കും കണ്ണു പിടിച്ചില്ല. എന്നാൽ ദൂരമുള്ള കുടുംബക്കാരെക്കാട്ടിലും അടുത്തുള്ള അയൽവക്കക്കാരാണ് നമുക്ക് ആവശ്യത്തിന് ഒതുക്കാന്ന് ആരും മനസ്സിലാക്കും. കുറേ പൈസയും പണമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ എന്നും കാണുന്ന ആൾക്കാരെ നമ്മളൊപ്പം ഉണ്ടാവും. അപ്പൊ നമ്മളെ അനുഭവത്തിൽ ഉണ്ടായില്ല. ആ കുഞ്ഞുമണിയൊക്കെ അംശമൊക്കെ ഉള്ള വരുന്നത്. വാലേക്കും സലാം. കുഞ്ഞുമണിയൊക്കെ കുഞ്ഞുമണിയെ ഇരിക്കടാ. അസുഖല്ലേ? ഇരിക്കേ. ഹംസ മോനെ അവിടെ ഇരിക്കടാ. ഇപ്പൊ എങ്ങനെയുണ്ട് മോനോ? കുറവുണ്ടടാ. ഉണ്ടല്ലേ? കുഞ്ഞുമണിയെ ഹംസ നിങ്ങൾ തന്നാണ് എൻ്റെ ജീവിതം. ഒന്നും സാരില്ല മോനോ. ഞമ്മക്ക് കൂട്ടവും കുടുംബം ആരും ഉണ്ടായിട്ട് കാര്യം. നമ്മളെ അയലോക്കക്കാരുണ്ടാവുള്ളൂന്നില്ല സത്യം. ഇതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിയോട് പൊറുക്കണടാ. മനക്ക കരല്ലേ എന്തോ ടെൻഷൻ പാടില്ല ഈ സമയത്ത്. കുഴപ്പമില്ല കേട്ടോ, ഒക്കെ ശരിയായിക്കോളൂ. ആയിക്കോട്ടെ എന്നാ ശരി, ഞാൻ ഇറങ്ങാണ് കേട്ടോ. കാണാം കേട്ടോ, നിങ്ങൾ ഇരിക്കും ഇവിടെ. എന്നാ ശരി കേട്ടോ.